ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ആശ്വാസദായകനായ യേശു. പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന്. മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഈ രണ്ട് വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു പ്രത്യേക മാറ്റർ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളായ നമ്മളുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ തട്ടിയിട്ടുണ്ടോ, ഈ വചനം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇതിൻ പ്രകാരം നാം ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോ പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കഴിയുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഏവരും. എന്നാൽ ഈ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ചിന്താവിഷയം എന്തായിരിക്കും എന്നതിനെ ആധാരമാക്കി ഉള്ള നമ്മുടെ പ്രവർത്തനമാണ്. അതായത് ഇംഗ്ലീഷ് പ്രോവർബിൽ പറയുന്നത്, വാട്ട് എവർ യു തിങ്ക് ആൻഡ് ഫീൽ ഈസ് ക്രിയേറ്റിംഗ് യുവർ ഫ്യൂച്ചർ. ഇത് നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ നമ്മളുടെ ആകുല ചിന്തകളിൽ നിന്നും നമുക്ക് പിന്മാറുവാൻ സാധിക്കും. ചിലർ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ പൊരുത്തക്കേടുകളിൽ അസ്വസ്ഥരായിരിക്കും. മറ്റു ചിലർ സാമ്പത്തിക തകർച്ചയിൽ വീർപ്പുമുട്ടുന്നവരായിരിക്കും. ചിലർ പീഡയാൽ ക്ലേശിക്കുന്നവരായിരിക്കും, അഥവാ അവരുടെ ഉറ്റവരുടെ പീഡനം കണ്ട് അതിൽ ആകുലപ്പെടുന്നവരായിരിക്കും. മറ്റ് ചിലർ പലതിനെക്കുറിച്ചും സങ്കല്പിച്ച് ആകുല ചിന്തയിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കും. പ്രസിദ്ധനായ ആംഗലേയ കവി ജോൺ ക്രിസ്റ്റ് പറയുന്നത്, ഇമാജിനറി ഗ്രീവൻസസ് ഹാവ് ഓൾവേസ് ബീൻ മൈ ടോർമെൻറ്റ് മോർ ദാൻ ദി റിയൽ വൺ എന്നാണ്. അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു സാമ്യവും കാണുകയില്ല. നാം ഓരോരുത്തരും അഥവാ കുറേ പേർ ഈ ഗണത്തിൽ പെടുന്നവരായാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആശ്വാസമാണ്, എന്നാൽ അത് ലഭിക്കുന്നില്ല താനും. അപ്പോഴാണ് നസ്രായനായ യേശു ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത്. അവിടുത്തെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നസറേത്തിലെ ഒരു സിനഗോഗിൽ വച്ച് തിരുവെഴുത്തുകളിൽ നിന്ന് യേശു വായിച്ച ഒരു ഭാഗമുണ്ട്. അത് വായിച്ചതിന് ശേഷമാണ് തൻ്റെ പ്രഭാഷണം അവിടെ ആരംഭിച്ചത്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്താണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഭാഗമാണ് യേശു വായിച്ചു തുടങ്ങിയത്. എളിയവരോട് സദ്വാധ്വാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രസിദ്ധമാക്കുവാനും, ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മൗക്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്ന് പേരാകും എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യേശു രംഗപ്രവേശനം ചെയ്യുന്നത് ആശ്വാസദായകനായിട്ടാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അന്നത്തെ കാലത്ത്, അതായത് 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജനങ്ങൾ സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവരായിരുന്നു. സാമൂഹിക വിവേചനത്തിൻ്റെ ഭാരത്താൽ
ബുദ്ധിമുട്ടുന്നവരായിരുന്നു, മതപരമായ നിയമക്കുരുക്കിൽപ്പെട്ടവരായിരുന്നു. യേശുവിൻ്റെ വരവ് ജനങ്ങൾക്ക് വളരെ ആശ്വാസം പകർന്നു കൊടുത്തു. അപ്പോൾ ആണ് മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനിയും അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 1:5 ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ പെരുകുന്നു, അതായത് ക്രിസ്തു അനുഭവിച്ചതായ ആ കഷ്ടാനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ക്രിസ്തുവിനാൽ നമ്മളുടെ ആശ്വാസവും പെരുകും എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിച്ചതിൽ പ്രകാരം അന്ന് ജീവിച്ചിരുന്നവർ ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ ശൗൽ എന്ന ആ പരീശൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങുകയും അവരെ ബന്ധിയാക്കുകയും ചെയ്തിരുന്നു. അവിടെ കർത്താവ് സ്വയം അവന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പോസ്തലന്മാരെ കഴിഞ്ഞും അതിന് തുല്യനായ ഒരു ശിഷ്യനായി മാറുകയും അവൻ കഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടു. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നാം ചെയ്യേണ്ടത് അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി നാം നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റുവാൻ ആഗ്രഹിക്കുക. തിരുവചനം വായിച്ച് ധ്യാനിച്ച് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ, നാം അതിന് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ 4-മതൊരു പോയിന്റ് ഉള്ളത്, കൂട്ടായ്മയിലൂടെ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. ഇവിടെ ഈ ദുഃഖം എടുത്ത് കാണിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളതായ പാപങ്ങളിൽ നമ്മൾ ദുഃഖിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ മനസ്സുഖം കൊണ്ട് കിട്ടുന്ന ആ ആശ്വാസമാണ് ഇവിടെ നമ്മളെ മത്തായി ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയതിനാൽ നാം ഓരോരുത്തരും കർത്താവിൽ നിന്ന് ആ ആശ്വാസദായകനായ യേശുവിൻ്റെ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നാം അവൻ്റെ മക്കളായി ജീവിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഈ അവസരം നമുക്ക് ഉപയോഗിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.